പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ബിൻ സൽമാൻ തകർത്തടിക്കാൻ അമേരിക്കയ്ക്ക് പിന്തുണ നൽകി എന്നൊക്കെ പറയുന്ന വാർത്തകൾ വെറും നുണവാർത്തകൾ മാത്രമാണെന്നാണ് അവസാനം അറിയുന്നത്. പശ്ചിമേഷ്യൻ വിഷയത്തിൽ ഒരിക്കലും ഇറാനെ പ്രകോപിപ്പിക്കരുത് എന്ന നിലപാടാണ് സൗദി അറേബ്യയ്ക്കുള്ളതെന്നും അത് തങ്ങളുടെ സഖ്യകക്ഷികളെ അറിയിച്ചുമെന്നുമാണ് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. നമുക്കറിയാവുന്നതുപോലെ യുദ്ധം ഒരു കൂട്ടം ബോംബുകൾ വർഷിക്കുന്നത് കൂടാതെ നുണബോംബുകളുടെ പ്രസരണവും സർവത്ര ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇറാനിൽ ഖാംനെയി മരിച്ചപ്പോൾ ആഹ്ലാദ പ്രകടനമുണ്ടായെന്നും ജനങ്ങൾ തെരുവിലിറങ്ങി എന്നുമൊക്കെ പറയുന്നത്. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ മരണവും ഈ പിഞ്ചു പെൺകുഞ്ഞുങ്ങളുടെ മരണവും എല്ലാം കൂടിയായപ്പോൾ ആ ജനത കൂടുതൽ ഐക്യപ്പെടുകയും ചെയ്യുന്നതാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. ഓരോ സ്ഥലത്തും യുദ്ധം നടക്കുമ്പോൾ അമേരിക്കയ്ക്ക് കുറേ നുണയന്ത്രങ്ങളുണ്ട്. ആ നുണയന്ത്രങ്ങളെ സാധാരണ പൊളിക്കാറുള്ളത് അൽ ജസീറയാണ്. പക്ഷേ ഇത്തവണ ഖത്തർ കൂടി ഒരു ടാർഗറ്റ് ആയതുകൊണ്ട് അൽ ജസീറയും അമേരിക്കയെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അത്രമേൽ വസ്തുതാപരമായി അവർ വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം മുഹമ്മദ് ബിൻ സൽമാൻ്റേതായി ഒരു വാർത്ത പടർന്നത്. അതായത് എല്ലാ പിന്തുണയും അമേരിക്കയ്ക്കുണ്ട്, ഇറാനെ അടിച്ച് തകർത്തോളൂ എന്നാണ് പറയുന്നത്. ഇറാൻ മിഡിൽ ഈസ്റ്റിനെ ആക്രമിക്കും എന്നുള്ളതാണ് അവരുടെ ഭയം എന്ന് പറയുന്നതും ചരിത്രപരമായി ശരിയല്ല എന്നാണ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. കാരണം കഴിഞ്ഞ 10-36 വർഷമായി ഖാംനെയിയാണ് നയിക്കുന്നത്. ഇറാൻ ഇതുവരെ ഏതെങ്കിലും മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളുമായി ഒരു സംഘർഷത്തിന് ഇറാഖിനെ പോലെയോ മറ്റുള്ളിടത്തേക്കോ അവർ പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളുമായി അവർക്ക് വളരെ ബലിഷ്ഠമായ ബന്ധമായിരുന്നു. ഹൈഫ തുറമുഖം പോലെയുള്ള തുറമുഖം നമ്മളുടെ പ്രധാനപ്പെട്ട വ്യാപാര വാണിജ്യ കേന്ദ്രങ്ങളുടെ ഒരു ഹബ്ബായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ അവർ മറ്റ് രാജ്യങ്ങളെപ്പോലെ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ അനാവശ്യമായി കടന്നു കയറി കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു രീതി അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് പിടിച്ചെടുക്കുമെന്നും മിഡിൽ ഈസ്റ്റിനെ തകർക്കാൻ വരുന്നതാണെന്നും സുന്നികളെ ഇല്ലാതാക്കാൻ വരുന്നതാണെന്നൊക്കെ ചില ഈ പറയുന്ന ഒട്ടും വിസ്ഡവും വേർതിരിവുമില്ലാത്ത കുറേ പേർ നടന്ന് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾക്കപ്പുറത്ത് അവർ യഥാർത്ഥത്തിൽ എടുത്ത നിലപാടുകളിൽ നിൽക്കുകയായിരുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ചർച്ച വളരെ വ്യാപകമായി പ്രചരിച്ചത്. മുഹമ്മദ് ബിൻ സൽമാൻ അങ്ങനെ അമേരിക്കയ്ക്ക് പിന്തുണ കൊടുത്തു എന്നതായിരുന്നു വാർത്ത. പക്ഷേ അവിടെ നിന്ന് വരുന്ന വാർത്ത കഴിഞ്ഞ ദിവസം സഖ്യകക്ഷികളുമായി യോഗം ചേർന്നപ്പോൾ കൃത്യമായി മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞത് അനാവശ്യമായ പ്രകോപനങ്ങൾ ഇറാന് മേൽ സൃഷ്ടിക്കരുത്, യുദ്ധം വേഗം അവസാനിക്കട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത്. യുദ്ധം നീണ്ടു നിൽക്കുന്നത് പശ്ചിമേഷ്യയിൽ മേഖലയിൽ മാത്രമല്ല, ലോകം മുഴുവനും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇറാനുമായുള്ള യുദ്ധം അങ്ങനെ വേഗത്തിൽ ജയിച്ച് കീഴടക്കാനാവില്ലെന്ന് ഇസ്രയേലിനും അമേരിക്കയ്ക്കും നന്നായി അറിയാം. അതുകൊണ്ടാണ് യുദ്ധത്തോടൊപ്പം തന്നെ ട്രംപ് ഇടയ്ക്കിടെ ചർച്ച എന്ന് പുലമ്പുന്നത്. ഏതായാലും അതിൻ്റെ പരിണിതി എന്താണ് എന്നുള്ളത് വരും ദിവസങ്ങളിലാണ് കൂടുതൽ ബോധ്യമാകുന്നത്. നുണബോംബുകളെ കരുതിയിരിക്കുകയും നുണവാർത്തകളെ സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് യുദ്ധമുഖത്ത് ഏറ്റവും അനിവാര്യമായ കാര്യങ്ങളിലൊന്നാണ്.